ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും HSC ഇംഗ്ലീഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്നുള്ള പ്ലേ ആണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ വർക്കുകളാവുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അത് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള മാക്ബത്തിൻ്റെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ആക്ട് ബൈ ആക്ട് ആയിട്ടും സീൻ ബൈ സീൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ് 1564 ആണ് അദ്ദേഹത്തിൻ്റെ ഹി വാസ് ബോൺ ഇൻ ഏപ്രിൽ 1564 ആണ് അറ്റ് സ്ട്രാറ്റ്ഫോർഡ് ഓൺ അവൻ ഇൻ വോക്വിക്ക്ഷയർ ആണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ജോൺ ഷേക്സ്പിയർ ആണ്, മദർ മേരി ആണ് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ വൈഫ് ആനി ഹത്താവേ ആണ്. ഓക്കെ, അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ലെങ്തി ആയിട്ടുള്ള വർക്കും ലാസ്റ്റ് വർക്കും അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നോക്കണം. അത്യാവശ്യം അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഷേക്സ്പിയേഴ്സ് ഫസ്റ്റ് പോയം. ഷേക്സ്പിയേഴ്സ് ഫസ്റ്റ് പോയം അത് വീനസ് ആൻഡ് അഡോണിസ് ആണ്, 1593. ഷേക്സ്പിയേഴ്സ് ഫസ്റ്റ് പോയം എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? വീനസ് ആൻഡ് അഡോണിസ്, 1593. അത് ഓർത്തിരിക്കുക, കാരണം അതിനുശേഷമുള്ള അതിൻ്റെ ഒരു സക്സസ് ആണ് അദ്ദേഹത്തിന് ദ റേപ്പ് ഓഫ് ലുക്രീസ് എഴുതാൻ പ്രേരണയായത് എന്ന് പറയപ്പെടുന്നു. വീനസ് ആൻഡ് അഡോണിസിൻ്റെ അതിൻ്റെ സക്സസിന് ശേഷം വീനസ് ആൻഡ് അഡോണിസ് 1593. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡിഫറെൻറ്റ് പീരിയഡ്സ് ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലേസ്. നമുക്കറിയാം ഷേക്സ്പിയറിൻ്റെ പ്ലേസിനെ 4 പീരിയഡുകളാക്കി തിരിച്ചിട്ട് ആ ഒരു 4 പീരിയഡിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ് പീരിയഡ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പീരിയഡ് എന്ന് വെച്ചാൽ 1588 to 1595 ആണ്. 1588 to 1595 അതിലാണ് നമ്മൾ പറയുന്ന ഹിസ്റ്ററി പ്ലേസ് ലൈക്ക് റിച്ചാർഡ് സെക്കൻഡ് വരുന്നത്. അതേപോലെ കോമഡി ആയിട്ടുള്ള മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, ട്രാജഡി, റോമിയോ ആൻഡ് ജൂലിയറ്റ് ഒക്കെ ഈ ഒരു പീരിയഡിലാണ് വരുന്നത്, 1588 to 1595. ദി സെക്കൻഡ് പീരിയഡ് 1599 to 1601. 1599 to 1601 ആണ് പറയുന്നത്. സെക്കൻഡ് പീരിയഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1599 to 1601 ആണ്. അതിൽ അത്യാവശ്യം വരുന്ന കോമഡീസ് ആണ്: 12th നൈറ്റ്, മെർച്ചൻ്റ് ഓഫ് വെനീസ്, ആസ് യു ലൈക്ക് ഇറ്റ് ആൻഡ് മച്ച് അബൌട്ട് നത്തിങ്. ഇതൊക്കെ സെക്കൻഡ് പീരിയഡിൽ വരുന്നതാണ്. ഇനി തേർഡ് പീരിയഡ് വന്നിട്ട് കുറച്ച് ട്രാജഡീസ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പീരിയഡിൽ നമ്മൾ പറഞ്ഞു ഹിസ്റ്ററി ഉണ്ട്, ട്രാജഡി ഉണ്ട്, കോമഡി ഉണ്ട്. ആൻഡ് ദെൻ സെക്കൻഡ് പീരിയഡിൽ വരുമ്പോൾ കുറച്ച് കോമഡീസ് ആണ് നമ്മൾ കാണുന്നത്. ദെൻ തേർഡ് പീരിയഡ് ആയിട്ടുള്ള 1601 to 1608 വരുമ്പോൾ കുറച്ച് ട്രാജഡീസ് ആണ്. പ്രധാനപ്പെട്ട കുറച്ച് ട്രാജഡീസ് ഉണ്ട്. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ട്രാജഡീസ്? പ്രധാനപ്പെട്ട ഗ്രേറ്റ് ട്രാജഡീസ് എന്ന് പറയുന്നത് ഓഥേലോ ഉണ്ട്, കിങ് ലിയർ ഉണ്ട്, മാക്ബത്ത് ഉണ്ട്, ഹാംലെറ്റ് ഉണ്ട്. ഇതാണ് തേർഡ് പീരിയഡിൽ. 1599 to 1601 ഓഥേലോ ഉണ്ട്, കിങ് ലിയർ, മാക്ബത്ത് ആൻഡ് ഹാംലെറ്റ്. ആൻഡ് തേർഡ് പീരിയഡ് 1601 to 1608 ആണ് തേർഡ് പീരിയഡ് എന്ന് പറഞ്ഞാൽ. ദെൻ ലാസ്റ്റ് പീരിയഡ് കോൾഡ് ദ പീരിയഡ് ഓഫ് റൊമാൻറ്റിക് ഡ്രാമയാണ്. പീരിയഡ് ഓഫ് റൊമാൻറ്റിക് ഡ്രാമയാണ് ലാസ്റ്റ് പീരിയഡ് എന്ന് വെച്ചാൽ പീരിയഡ് ഓഫ് റൊമാൻറ്റിക് ഡ്രാമ എന്ന് അറിയപ്പെടുന്നു. അതിൽ നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? പെരിക്കിൾസ് ഉണ്ട്, അതേപോലെ തന്നെ വിൻറ്റേഴ്സ് ടെയിൽ, സിമ്പിൾ ആൻഡ് ദ ടെമ്പസ്റ്റ് എക്സെട്ര. ഇത്തരത്തിലുള്ള ഡ്രാമാസാണ് അതിൽ വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ ഡേറ്റ് ഓഫ് കോമ്പോസിഷൻ ഓഫ് മാക്ബത്ത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മാക്ബത്തിലേക്ക് നമ്മൾ മെല്ലെ വരികയാണ്. ആ മാക്ബത്തിൻ്റെ ആ ഒരു കോമ്പോസിഷൻ ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് ആൻസർ എന്താണ്? മാക്ബത്തിൻ്റെ എക്സാക്റ്റ് ഡേറ്റ് നമുക്കറിയില്ല, പക്ഷേ ചില ഇൻസിഡൻസ് വെച്ചിട്ട് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് വെച്ച് ഇൻസിഡൻസ് മീൻസ് ചില ഫാക്ട്സ് വെച്ചിട്ട് നമ്മൾ ഇന്ന പീരിയഡിലാണ് ഈ മാക്ബത്ത് എഴുതപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ദ ഡേറ്റ് ഓഫ് കോമ്പോസിഷൻ ഓഫ് മാക്ബത്ത് ചോദിച്ചാൽ ആൻസർ എന്താണ്? ദി എക്സാക്ട് ഡേറ്റ് ഓഫ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഡൗട്ട്, ബട്ട് മോസ്റ്റ് ഓഫ് ദി എവിഡൻസസ് ഹെൽപ്ഡ് us to fix the date between 1603 and 1610. The exact date of it is a matter of doubt. Exact date നമുക്കറിയില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ എവിഡൻസസ് ഹെൽപ്ഡ് us to fix the date between. അപ്പോൾ കുറച്ച് എവിഡൻസ്, കുറച്ച് ഫാക്ട്സ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് 1603യുടെയും 1610ൻ്റെയും ഇടയിലാണ് എന്ത് വരുന്നത്? മാക്ബത്തിൻ്റെ കോമ്പോസിഷൻ ഡേറ്റ് വരുന്നത് എന്ന് നമ്മൾ അങ്ങ് ഊഹിക്കുകയാണ്. ഓക്കെ, ഇനി
നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് കുറച്ച് കാര്യങ്ങൾ കിങ് ജെയിംസ് ഫസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഫാക്ട്സ് വെച്ചിട്ടാണ് പറഞ്ഞത്. അതെല്ലാം പറഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ കടന്നു പോവുകയാണ്. അപ്പോൾ എന്തായാലും 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു ദ ലൈൻസ്, ഏതാണ് ലൈൻസ്? ആൻഡ് സം ഐ സീ ദാറ്റ് 2 fold balls and treble scepters carry rougher. What do the lines? ഏത് ലൈൻസ് ആണ്? ആൻഡ് സം ഐ സീ ദാറ്റ് 2 fold balls and treble scepters carry റഫർ. ഈ ലൈൻസ് എന്താണ് റെഫർ ചെയ്യുന്നത്? വാട്ട് ഡു ദ ലൈൻസ് റെഫർ? ആൻഡ് സം ഐ സീ ദാറ്റ് 2 fold balls and treble scepters carry റഫർ. ഈ ലൈൻസ് എന്താണ് റെഫർ ചെയ്യുന്നത് എന്താണ് ചോദ്യം. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ, അപ്പം നേരത്തെ പറഞ്ഞ ഒരു ഫാക്റ്റിൽ ഒരെണ്ണത്തിൽ വരുന്നുണ്ട്, നോക്കാം. ആൻസർ ഇതാണ്. ദാറ്റ് 2 fold balls and treble scepters carry റഫർ. എന്താണ്? ദാറ്റ് 2 fold balls and treble scepters carry refer to King James I, to King James I, who united 2 island, എന്താണ്? ആ 2 fold balls, okay, united 2 island and 3 kingdoms and treble scepters carry, okay, refer to King James I, who united the 2 island, അതാണ് that 2 fold balls and treble scepters carry and the 3 kingdoms, okay. That 2 fold balls and treble scepters carry refer to King James I, who united 2 island and the 3 kingdoms. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഷേക്സ്പിയേഴ്സ് സോഴ്സ് ഓഫ് ദ പ്ലേസ്. ഷേക്സ്പിയറിൻ്റെ പ്ലേസിൻ്റെ സോഴ്സ് എന്താണ്? നമുക്കറിയാം, ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾ. ഓക്കെ, ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾസ്. ഷേക്സ്പിയേഴ്സ് സോഴ്സ് ഓഫ് ദ പ്ലേസ്, ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾസ്. ഷേക്സ്പിയേഴ്സ് സോഴ്സ് ഓഫ് ദ പ്ലേസ് എന്ന് വയ്ക്കുമ്പോൾ ഹോളിൻഷെഡ്സ് ക്രോണിക്കിളാണ്. ഓക്കെ, അപ്പോൾ ഹോളിൻഷെഡിൻ്റെ ക്രോണിക്കിൾസ് നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾ ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലാൻഡ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വെയർ ദ പ്രൊഫസീസ് ഓഫ് 3 weird witches? നമുക്കറിയാം വിച്ചസിൻ്റെ അല്ലേ, ഫസ്റ്റ് തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 3 weird വിച്ചസിനെയാണ് കാണുന്നത്. അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലൂടെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് വെർ ദ പ്രൊഫസീസ് ഓഫ് 3 weird witches? ഓക്കെ, എന്താണ് ആൻസർ? ഇതാണ്. ഈ പറഞ്ഞ വിച്ചസിൻ്റെ അല്ലെ, ഈ വിച്ചസിൻ്റെ പ്രൊഫസീസ്, അവരെന്താണ് പ്രവചിക്കുന്നത്, എന്തായിരുന്നു അവരവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് ചോദ്യം. ആൻസർ ഇതാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു കാര്യമുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൽ സീൻ ബൈ സീനായിട്ട് ഓരോന്നിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിക്കുമ്പോൾ നമുക്കൊന്നുകൂടി ഇതിന് ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ 1 വേർഡിൽ ഉപരിയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വാട്ട് വെർ ദ പ്രൊഫസീസ് ഓഫ് 3 weird witches? ആൻസർ ഇതാണ്. ദേ ഹെയിൽഡ് ഹിം ആസ് ദ Thane of Glamis, Thane of Glamis, Thane of Cawdor and King of Scotland. They hailed him as the Thane of Glamis, Thane of Cawdor and King of Scotland, adding that though Macbeth would be king, it was Banquo's heirs who would reign over Scotland in the years to come. ഇത് രണ്ടുപേരും കൂടിയാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് കേട്ടോ, അവർ പറയുന്നത് കേൾക്കുന്നു എന്ന് പറയുന്നു. Thane of Cawdor, first Thane of Glamis, Thane of Cawdor and King of Scotland, adding that though Macbeth would be king, it was Banquo's heirs who would reign over Scotland in the years to come. ഓക്കെ, മാക്ബത്ത് കിങ് ആവുകയാണെങ്കിൽ ബാങ്കോൻ്റെ അനന്തരാവകാശികൾ ആരായിരിക്കും? സ്കോട്ട്ലാൻഡിനെ ഭരിക്കും, റെയിൻ ഓവർ, അത് നേടിയെടുക്കും. റെയിൻ ഓവർ സ്കോട്ട്ലാൻഡ് ഇൻ ദ ഇയേഴ്സ് ടു കം, അല്ലേ, വർഷങ്ങൾ കഴിഞ്ഞാൽ അവരത് നേടിയെടുക്കുമെന്ന് പറയുന്നു.
ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. അത് വായിച്ച് മനസ്സിലാക്കി പോവുക. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഒന്ന് ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കുക. ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ഡീപ്പായിട്ട് പഠിച്ചു പോകുന്നത് എപ്പോഴും നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ബെർത്തും ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ ദ ബാറ്റിൽ is lost and won, which is the battle referred to? ലൈനാണ്, വർക്കിലുള്ള ലൈനാണ്. When the battle is lost and won. When the battle is lost and won, which is the battle referred to? ഓക്കെ, ദ സെക്കൻഡ് വിച്ച്, ഇത് ആരാ പറയുന്നത്? സെക്കൻഡ് വിച്ചാണ് ഇത് പറയുന്നത്. ഓക്കെ, ദ സെക്കൻഡ് വിച്ച് ഹൂ സ്പീക്സ് ദീസ് വേർഡ്സ് referred to the, അല്ലെങ്കിൽ the second witch who speaks these words refers to the battle between Macbeth assisted by Banquo. Battle between Macbeth assisted by Banquo and MacDonald, an ally of the King of Norway. And MacDonald, an ally of the King of Norway, assisted by Banquo. The battle between Macbeth assisted by Banquo and MacDonald, an ally of the King of Norway. ഈ ഒരു ബാറ്റിൽ ദ സെക്കൻഡ് വിച്ച് ഹൂ സ്പീക്സ് ദീസ് വേർഡ്സ്, ഇതാരാണ് ഈ ഒരു ഇതിനെപ്പറ്റി പറയുന്നത്? സെക്കൻഡ് വിച്ചാണ്. ഹൂ സ്പീക്സ് ദീസ് വേർഡ്സ് റെഫേഴ്സ് ടു ദ ബാറ്റിൽ ബിറ്റ്വീൻ മാക്ബത്ത് അസിസ്റ്റഡ് ബൈ ബാങ്കോ ആൻഡ് മാക്ഡൊണാൾഡ് ആൻഡ് ally ഓഫ് ദ കിങ് ഓഫ് നോർവേ. ഓക്കെ, അപ്പോൾ ഏത് ബാറ്റിലിനെ കുറിച്ച് അവിടെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ മാക്ബത്തിന് അസിസ്റ്റൻറ്റ് ബാങ്കോ ഉണ്ട്, മാക്ഡൊണാൾഡ് ആർക്കാണ് സഖ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്? കിങ് ഓഫ് നോർവേയോട് സഖ്യം പ്രഖ്യാപിച്ചിട്ട് കൊണ്ടുള്ള ഒരു യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നേടിയെടുക്കുന്ന ആര് തന്നെയാണ്? മാക്ബത്തും ബാങ്കോയും തന്നെയാണ് ആ ഒരു പിന്നെ വാറ് നേടിയെടുക്കുന്നത്, ഇനി ബാറ്റിൽ വിജയം വരിക്കുന്നത്. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ്. ഗിവ് അനക്രോണിസം ഇൻ ദ പ്ലേ. ഗിവ് അനക്രോണിസം ഇൻ ദ പ്ലേ. അനക്രോണിസത്തിന് ഒരു ഉദാഹരണം നമ്മുടെ വർക്ക് എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഗിവ് അനക്രോണിസം ഇൻ ദ പ്ലേ. ഓക്കെ, ആൻസർ കൊടുത്ത് നോക്കാം. വെൻ എ റൈറ്റർ ഇൻക്ലൂഡ്സ് in a historical play something that belongs to a period different from that which is under consideration, the error is called anachronism. When a writer includes in a historical play something that belongs to a period different from that which is under consideration, the error is called anachronism. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ. ബിലോങ്സ് ടു എ പീരിയഡ് ഡിഫറെൻറ്റ് ഫ്രം, അതായത് ഒരു റൈറ്റർ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേയിൽ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാണ്, എന്തെങ്കിലും ഒരു സിമ്പിൾ എന്തെങ്കിലും ആയിക്കോട്ടെ പറയാണ്, പക്ഷേ അത് ആ ഒരു പീരിയഡിൽ ഒരിക്കലും ഉൾപ്പെടുന്നതല്ല, മറിച്ച് മറ്റൊരു പീരിയഡിൽ നിന്ന് കടമെടുത്ത് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതായിരിക്കാം. ഫ്രം ദാറ്റ് വിച്ച് ഈസ് അണ്ടർ കൺസിഡറേഷൻ, ദ എറർ ഈസ് കോൾഡ് അനക്രോണിസം. ഇൻ മാക്ബത്ത്, ഇനി മാക്ബത്തിൽ എങ്ങനെയാണ് അത് സാധ്യമായിട്ടുള്ളത്? ഇൻ മാക്ബത്ത് ഷേക്സ്പിയർ റെഫേഴ്സ് ടു ഡോളർ വിച്ച് വാസ് കോയിൻഡ് 500 years ആഫ്റ്റർ മാക്ബത്ത് ലിവ്ഡ്. മനസ്സിലായല്ലോ? മുന്നേ ഉണ്ടായിരുന്ന കാര്യമല്ല, മറിച്ച് എന്താണ് പ്രത്യേകത എന്താ? ഇൻ മാക്ബത്ത് ഷേക്സ്പിയർ റെഫേഴ്സ് ടു ഡോളർ. ഷേക്സ്പിയർ എന്ത് ചെയ്തിട്ടുണ്ട്? മാക്ബത്തിൽ ഡോളറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിച്ച് വാസ് കോയിൻഡ് 500 years ആഫ്റ്റർ മാക്ബത്ത് ലിവ്ഡ്. ഓക്കെ, അതെപ്പോഴാണ് ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ള? 500 years ബിഫോർ അല്ല, 500 years ആഫ്റ്റർ മാക്ബത്ത് ലിവ്ഡ്. മാക്ബത്ത് ജീവിച്ചിരുന്ന എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു കാര്യം ഇവിടെ കോയിൻ ചെയ്തെടുത്തിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള കാര്യങ്ങളെ മുൻപുള്ള ഒരു അവരുടെ പ്ലേയിൽ പ്രയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് അനക്രോണിസം. ഇനി എട്ടാമത്തെ ചോദ്യം. വാട്ട് ഹി ഹാത്ത് ലോസ്റ്റ് നോബിൾ മാക്ബത്ത് ഹാത്ത് വൺ. വാട്ട് ഹാഡ് മാക്ബത്ത് വൺ ആൻഡ് ഹൂ ഹാഡ് ലോസ്റ്റ് ഇറ്റ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം.
What he had lost, noble Macbeth hath won. What had Macbeth won, and who had lost it? ആൻസർ അതാണ്. മാക്ബത്ത് ഒബ്റ്റെയിൻഡ് ദ ടൈറ്റിൽ തെയ്ൻ ഓഫ് കൗഡർ. അല്ലേ, ഒരാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു, ഇവിടെ മാക്ബത്തിന് അത് കിട്ടുകയും ചെയ്തു. വാട്ട് ഹി ഹാഡ് ലോസ്റ്റ്, നോബിൾ മാക്ബത്ത് ഹാഡ് വൺ. വാട്ട് ഹാഡ് മാക്ബത്ത് വൺ, ആൻഡ് ഹൂ ഹാഡ് ലോസ്റ്റ് ഇറ്റ്? മാക്ബത്ത് ഒബ്റ്റെയിൻ ദ ടൈറ്റിൽ തെയ്ൻ ഓഫ് കൗഡർ. ഓക്കെ, മാക്ബത്ത് ഒബ്റ്റെയിൻ ദ ടൈറ്റിൽ ഏതാണ്? തെയ്ൻ ഓഫ് കൗഡർ. ഇനി ഹൂ ഹാഡ് ലോസ്റ്റ് ഇറ്റ്? തെയ്ൻ ഓഫ് കൗഡർ. തെയ്ൻ ഓഫ് കൗഡറിന് ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അത് ആര് നേടിയെടുത്തു? മാക്ബത്ത് നേടിയെടുത്തു. ഓക്കെ, നമ്മൾ സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് അല്ലേ, ഒരു ലോറിയായിട്ട് ഒരാൾ പോവുമായിരുന്നു, അപ്പോൾ ഒരാൾ കൈ കാട്ടും, അപ്പം ഞാൻ അതിൽ കയറട്ടെ എന്ന് ചോദിക്കും. ഇതിൽ അപ്പോൾ ഇതിലെന്താ, അതിൽ ഞാൻ കയറട്ടെ ചോദിക്കും. അപ്പോൾ ഇതിൽ ഇന്ന സാധനമാണ്, പിന്നെ ഇതും പറയും അല്ലേ, അതിൽ കയറിക്കോളാനും പറയും. അപ്പം രണ്ടിനും പറ്റണ വാക്ക് ഏതെന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പം അത്. മാക്ബത്ത് ഒബ്റ്റെയിൻ ദ ടൈറ്റിൽ. മാക്ബത്ത് തെയ്ൻ ഓഫ് കൗഡർ എന്നുള്ള പേര് നേടുകയും ചെയ്തു, തെയ്ൻ ഓഫ് കൗഡറിന് ആ ഒരു പേര് നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 3 titles with which the witches greet Macbeth? What are the 3 titles with which the witches greet Macbeth? Witches മാക്ബത്തിനെ കുറച്ച് പേരുകൾ വിളിക്കുകയാണ് അല്ലേ, കുറച്ച് ടൈറ്റിൽസ് കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് അത്? ആൻസർ: ദ വിച്ചസ് ഗ്രീറ്റ് മാക്ബത്ത് ആസ് Thane of Glamis, the Thane of Cawdor, and the future king. The witches greet Macbeth as the Thane of Glamis, the Thane of Cawdor, and the future king. 3 ടൈറ്റിലാണ് കൊടുക്കുന്നത് അല്ലേ, 3 ടൈറ്റിൽസാണ്. ഏതൊക്കെയാണ്? Thane of Glamis, Thane of Cawdor, and the future king. ഇനി ഭാവിയിൽ രാജാവ് എന്നൊക്കെ വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം ഇതാണ്. വൈ ഡസ് ഡങ്കൺ വിസിറ്റ് Inverness മാക്ബത്ത്സ് കാസിൽ? ആരാണ് ഡങ്കൺ? ഡങ്കണാണ് ഇപ്പോൾ ഇവിടുത്തെ കിങ് അല്ലേ. പക്ഷേ ഡങ്കൺ ആരാണ്? ഡങ്കണും നമ്മുടെ മാക്ബത്തും കസിൻ ബ്രദേഴ്സാണ്. അപ്പോൾ ഡങ്കൺ ഇവിടെ വരികയാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ബാറ്റിലിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, മാക്ബത്ത് അസിസ്റ്റഡ് ബൈ ബാങ്ക്വൻ മാക്ഡൊണാൾഡ് ആൻഡ് അലൈഡ് ദ നോർവേയിൻ കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അതിൽ ആര് വിജയിച്ചു എന്ന് പറഞ്ഞു? മാക്ബത്ത് വിജയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാക്ബത്തിനെ കാണാൻ വേണ്ടി വൈ ഡസ് ഡങ്കൺ വിസിറ്റ് Inverness മാക്ബത്ത്സ് കാസിൽ? മാക്ബത്ത് താമസിക്കുന്നിടത്ത് വന്നിട്ട് എന്തിനാണ് നമ്മുടെ ഡങ്കൺ വരുന്നത്, വിസിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആൻസർ: Duncan visits Inverness Macbeth's castle to express his gratitude to Macbeth for having put down the rebellion in the country. എന്തിനാണ്? രാജ്യത്തെ ആ ഒരു റിബല്യനെ രക്ഷിച്ചതിന് അല്ലേ, രാജ്യത്തെ ആ ഒരു അത്തരം കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ നിന്നും രക്ഷിച്ചതിന് അദ്ദേഹത്തിൻ്റെ നന്ദി സൂചിപ്പിക്കാനാണ് ആര് വന്നത്? ഡങ്കൺ ഇവിടെ വരുന്നത് അല്ലേ, മാക്ബത്തിൻ്റെ കാസിലിൽ വരുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദിസ് കാസിൽ ഹാത്ത് എ പ്ലസൻറ്റ് സീറ്റ്. This castle hath a pleasant seat. Bring out the irony in this line. Bring out the irony in this line. ലൈൻ ഒന്നുകൂടി പറയാം. This castle hath a pleasant seat. Bring out the irony in this line. അല്ലേ, ഇതിലൊരു വിരോധാഭാസം നിൽക്കുന്നുണ്ട്. അതിലുള്ള ചില ലൈൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെ തോന്നിയതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണ്ടതൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്. ദിസ് കാസിൽ ഹാത്ത് എ പ്ലസൻറ്റ് സീറ്റ്. ബ്രിങ് ഔട്ട് ദ ഐറണി ഇൻ ദിസ് ലൈൻ. ആൻസർ: ഡങ്കൺ ഫെയിൽസ് ടു റിയലൈസ് ദാറ്റ്. ഡങ്കൺ ഫെയിൽസ് ടു റിയലൈസ് ദാറ്റ് this pleasantly situated castle is to be the scene of his murder. Duncan fails to realize that this pleasantly situated castle is to be the scene of his murder. അല്ലേ, ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ആര്? ഡങ്കൺ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലേ. ഇനി അടുത്ത ചോദ്യം.
12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡങ്കൺസ് ഗിഫ്റ്റ് ടു ലേഡി മാക്ബത്ത്? വാട്ട് ഈസ് ഡങ്കൺസ് ഗിഫ്റ്റ് ടു ലേഡി മാക്ബത്ത്? ലേഡി മാക്ബത്തിന് ഡങ്കൺ എന്താണ് കൊടുത്തത്? ഡങ്കൺ ഗിവ്സ് ലേഡി മാക്ബത്ത് ഡയമണ്ട്. എന്താ കൊടുത്തത്? ഡങ്കൺ ഗിവ്സ് ലേഡി മാക്ബത്ത് എ ഡയമണ്ട്. വാട്ട് ഈസ് ഡങ്കൺസ് ഗിഫ്റ്റ് ടു ലേഡി മാക്ബത്ത്? ഡങ്കൺ ഗിവ്സ് ലേഡി മാക്ബത്ത് എ ഡയമണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവളുടെ ഹസ്ബൻഡിൻ്റെ അല്ലെ ഈ ഒരു സാക്രിഫൈസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താ പറയുക വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഡങ്കൺ ഗിവ്സ് ലേഡി മാക്ബത്ത് ഡയമണ്ട്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡസ് നോട്ട് ലേഡി മാക്ബത്ത് ഹെർസെൽഫ് കിൽ ഡങ്കൺ? എന്താ ലേഡി മാക്ബത്ത് എന്തുകൊണ്ടാണ് കൊല്ലില്ല എന്ന് പറയുന്ന ആരനെ? മാക്ബത്തിനെ കൊല്ലില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. വൈ ഡസ് നോട്ട് ലേഡി മാക്ബത്ത് ഹെർസെൽഫ് കിൽ ഡങ്കൺ? എന്താണ് ഡിങ്ക് എന്ന് പറയാൻ പോയി അല്ലേ. വൈ ഡസ് നോട്ട് ലേഡി മാക്ബത്ത് ഹെർസെൽഫ് കിൽ ഡങ്കൺ? എന്താ കൊല്ലാത്തെ? ആൻസർ ഇതാണ്, ലേഡി മാക്ബത്ത് കനോട്ട് കിൽ ഡങ്കൺ. എന്താണ്? ലേഡി മാക്ബത്ത് കനോട്ട് കിൽ ഡങ്കൺ merely because he resembles her father. അല്ലേ? എന്തുകൊണ്ടാണ് ലേഡി മാക്ബത്ത് കൊല്ലാതെ ഇട്ടത്? ലേഡി മാക്ബത്ത് കനോട്ട് കിൽ ഡങ്കൺ മിയർലി ബിക്കോസ് ഹി റിസംബിൾസ് ഹെർ ഫാദർ വെൻ ഹി സ്ലീപ്സ്. അദ്ദേഹം ഉറങ്ങുമ്പോൾ, ഡങ്കണെ കാണുമ്പോൾ ആരെപ്പോലെ തോന്നുന്ന ലേഡി മാക്ബത്ത് പറഞ്ഞ? ബിക്കോസ് ഹി റിസംബിൾസ് ഹെർ ഫാദർ. എപ്പോൾ? വെൻ ഹി സ്ലീപ്സ്. ലേഡി മാക്ബത്ത് കനോട്ട് കിൽ ഡങ്കൺ മിയർലി ബിക്കോസ് ഹി റിസംബിൾസ് ഹെർ ഫാദർ വെൻ ഹി സ്ലീപ്സ്. അല്ലേ? ഡങ്കൺ ഉറങ്ങുന്ന സമയത്ത്, കാണുമ്പോൾ നമ്മൾ പറയില്ലേ, അയ്യോ ഉറങ്ങി കിടക്കുമ്പോൾ എന്തോ ഒരു പാവാന്ന് പറയും. അതേപോലെ ഇദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ലേഡി മാക്ബത്തിൻ്റെ ഫാദറിനെ പോലെ അവൾക്ക് ഒരു റിസംബ്ലൻസ് അവിടെ തോന്നണം. അതുകൊണ്ട് അവർ അങ്ങനെ സമ്മതിക്കുന്നില്ല. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പോർട്ടർ സീൻ? മാക്ബത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പോർട്ടർ സീൻ. കാരണം നമ്മളിവിടെ ഇങ്ങനെ ഇദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഡങ്കനെയൊക്കെ കൊന്ന് ഇട്ടിരിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ മർഡർ കഴിഞ്ഞതിന് ശേഷമൊക്കെ വരുന്ന ആ ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷന്, അല്ലെങ്കിൽ ആ ഒരു അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് ഒരു റിലീഫ് കൊടുക്കുന്ന ഈ ഒരു പോർട്ടർ സീനാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പോർട്ടർ സീൻ? ആൻസർ, ദ പോർട്ടർ സീൻ പ്രൊവൈഡ്സ് റിലീഫ് ടു ദ ടെൻഷൻ ബിൽട്ടപ്പ് ഇൻ ദ പ്രീവിയസ് സീൻ. കണ്ടില്ലേ, കഴിഞ്ഞ ആ ഒരു സീനിലുണ്ടായിരുന്ന ഒരു ടെൻഷനെ ഒന്ന് ഡിക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോർട്ടർ സീൻ ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് സാരം. ഓക്കെ, ദ പോർട്ടർ സീൻ പ്രൊവൈഡ്സ് റിലീഫ് ടു ദ ടെൻഷൻ ബിൽട്ടപ്പ് ഇൻ ദ പ്രീവിയസ് സീൻ. അല്ലേ? ടു ദ ടെൻഷൻ ബിൽട്ടപ്പ് ഇൻ ദ പ്രീവിയസ് സീനിൽ ബിൽട്ടപ്പ് ചെയ്യപ്പെട്ട ഒരു ടെൻഷനെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലേ, ഫ്രീ ഫ്രം ദാറ്റ് ടെൻഷൻ. അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഹിയർ ദ റൈറ്റർ പ്രസൻസ് ദ പോർട്ടർ സീൻ, അല്ലെങ്കിൽ പ്രൊവൈഡ്സ് ദ പോർട്ടർ സീൻ. എന്തിനാണ്? ടു ഡിക്രീ, അല്ലെങ്കിൽ ടു ഇറാഡിക്കേറ്റ് ദ ടെൻഷൻ വിച്ച് വാസ് ബിൽഡ് അപ്പ് ഇൻ ദ പ്രീവിയസ് സീൻ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ portents and prodigies seen by Lennox on the night of Duncan's death. അല്ലേ? നമ്മൾ പറയും സാധാരണയായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങളൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അരുതാത്ത സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും, കണ്ടില്ലേ ആ ഒരു പക്ഷി എന്താണ് കുത്തിച്ചൂളാൻ, അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ അങ്ങനെ പറയാം, കുത്തിച്ചൂളാൻ കരയുന്നുണ്ട് പറയാം. അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ആരെങ്കിലും മരിക്കൊരു പേടി. അതേപോലെ രാത്രിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല പാതിരയ്ക്കൊക്കെ ഇങ്ങനെ നായ്ക്കൾ ഓരിയിടുന്ന സൗണ്ടൊക്കെ നമ്മളിങ്ങനെ കേൾക്കും. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ എന്താ പ്രേതമൊക്കെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്താണ് ഇല്ലോമൻസൊക്കെയാണ്, അതൊക്കെയാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്തൊക്കെയാണ് ആ പ്രൊഡിഗീസ് എന്നാണ്
പറയുന്നത്. നോക്കുക, പോർട്ടൻസ് ആൻഡ് പ്രൊഡിഗീസ് ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് ഡങ്കൺസ് ഡെത്ത്, ഡങ്കൻ്റെ മരണത്തിൻ്റെ രാത്രി സംഭവിച്ചിട്ടുള്ള എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഓൺ ദ നൈറ്റ് ഡങ്കൺ വാസ് കിൽഡ്, ലെനക്സ് ഹേർഡ് സ്ക്രീംസ് ആൻഡ് ലെമൻറ്റേഷൻസ്. ഓൺ ദ നൈറ്റ് ഡങ്കൺ വാസ് കിൽഡ്, ഡങ്കൺ കൊല്ലപ്പെട്ട രാത്രിയിൽ, അല്ലേ, നദിയെ കൊല്ലപ്പെട്ട രാത്രി എന്നൊക്കെ പറഞ്ഞ പോലെ. ഓൺ ദ നൈറ്റ് ഡങ്കൺ വാസ് കിൽഡ്, ലെനക്സ് ഹേർഡ് സ്ക്രീംസ് ആൻഡ് ലെമൻറ്റേഷൻസ്, അല്ലേ, അലർച്ചകൾ ഒക്കെ കേട്ടു എന്നാണ് പറയണത്. ആൻഡ് ദ ചിമ്നീസ് ഓഫ് ദ ബിൽഡിംഗ് ഇൻ വിച്ച് ഹി ലേ were blown down. He heard the owl, the bird of ill omen, wail throughout the night. അല്ലേ, ഔൾ എന്തിൻ്റെ ചിഹ്നമാണ്? ബേർഡ് ഓഫ് ഇൽ ഒമൻ, എന്തോ ഒരു അരുതാത്ത സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സിമ്പലാണ് ശരിക്കും ഔളൊക്കെ കൊടുക്കുക, അല്ലേ. ഇപ്പം നമുക്ക് സാധാരണയായിട്ട് അറിയാം എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന ഒന്ന്, ഇതേപോലെ ഔള്. പിന്നെ നമ്മൾ ബ്ലാക്ക് ക്യാറ്റ്, അല്ലേ, ഇതൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. രാത്രിയൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു പൂച്ചയുണ്ട് വട്ടം ചാടുക, അത് പ്രത്യേകിച്ചൊരു കറുപ്പ് പൂച്ച, പറയേ വേണ്ട, അല്ലേ. നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയും വണ്ടിയുടെ മുന്നിലേക്കൊക്കെ ഒരു കറുപ്പ് പൂച്ചയൊക്കെ ചാടിയ അയ്യോ എന്തോ സംഭവിക്കും, നമുക്കങ്ങനെ മനസ്സിലിങ്ങനെ തോന്നും. അങ്ങനെയാണ് നമ്മൾ വിശ്വാസം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തോന്നും, അതല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാനുമില്ല. ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും. അതേപോലെ തന്നെയാണ് ഇവിടെ മരിച്ച രാത്രിയിൽ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന് അറിയൊന്നുമില്ല എന്താണ് സംഭവിച്ചത്, പക്ഷെ എന്തൊക്കെയോ അങ്ങനെ സിമ്പിൾസ് കിട്ടിത്തുടങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡു മാൽക്കം ആൻഡ് ഡൊണാൾബിയൻ ഫ്ലീ ടു ഡിഫറെൻറ്റ് കൺട്രീസ്? ഈ മാൽക്കമും ഡൊണാൾബിയനും ആരാണ്? ഡങ്കൻ്റെ മക്കളാണ്. അപ്പോൾ അവർ ഈ ഒരു മേർഡർ ന്യൂസ് അറിഞ്ഞ സമയത്ത് ഇവർ വേറുള്ള രാജ്യങ്ങളിലേക്ക് ഓടിപ്പോവാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരാൾ ഇംഗ്ലണ്ടിലേക്കും ഒരാൾ സ്കോട്ട്ലൻഡിലേക്കുമാണ് പോകുന്നത്. മാൽക്കം ഇംഗ്ലണ്ടിലേക്കും ഡൊണാൾബിയൻ സ്കോട്ട്ലൻഡിലേക്കും പോവുകയാണ്. സ്കോട്ട്ലൻഡ്, ഫ്രാൻസ്, അങ്ങനെ 2 സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ആൻസർ മാൽക്കം ആൻഡ് ഡൊണാൾബിയൻ ഫ്ലീ ടു ഡിഫറെൻറ്റ് കൺട്രീസ്. മാൽക്കം ആൻഡ് ഡൊണാൾബിയൻ ഫ്ലീ ടു ഡിഫറെൻറ്റ് കൺട്രീസ് ബിക്കോസ് ദേ ഫീൽ ദേ വിൽ ബി സേഫർ ബൈ ഡൂയിങ് സോ. അല്ലേ, മാൽക്കം ആൻഡ് ഡൊണാൾബിയൻ ഫ്ലീ ടു ഡിഫറെൻറ്റ് കൺട്രീസ് ബിക്കോസ് ദേ ഫീൽ ദേ വിൽ ബി സേഫർ ബൈ ഡൂയിങ് സോ. അവർക്ക് ഇപ്പം തോന്നി അതാണ് അവർ പോകുന്നത് നല്ലത് എന്ന് തോന്നുകയാണ്. കാരണം എന്താണ്? ദ മേർഡറർ കനോട്ട് കിൽ ദം ബോത്ത് വിത്ത് വൺ സ്ട്രോക്ക്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി അവരും ഇവരുടെ ഫാദറിനെ കൊന്നിട്ടുള്ള ആ മേർഡററിന് ഇവരെയും ഒരുപക്ഷെ കൊല്ലാം, പക്ഷെ ഒറ്റയടിക്ക് അത് സാധിക്കുകയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 പേരും നമ്മുടെ മാൽക്കം പോകുന്ന അത് ചോദിക്കുക കേട്ടോ, ചിലപ്പോൾ ചോദിക്കാറുണ്ട്. മാൽക്കം പോകുന്നത് ഇംഗ്ലണ്ടിലേക്കും ഡൊണാൾബിയൻ പോകുന്ന അയർലൻഡിലേക്കുമാണ്. ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ്. മാൽക്കം ഫ്ലീഡ് ഇൻ ടു എവിടേക്കാണ്? നമ്മുടെ ഇംഗ്ലണ്ട് ആൻഡ് ഡൊണാൾബിയൻ ടു അയർലൻഡ് ആണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. 2 പേരും അവിടേക്കും ഇവിടേക്കും ഓടിപ്പോണ്, പിന്നീട് തിരിച്ചു വരുന്നത് ഒരു കൂട്ടം കൂടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മാൽക്കം ടു ഇംഗ്ലണ്ട് ആൻഡ് ഡൊണാൾബിയൻ ടു അയർലൻഡ്. ഈ 16ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 2 unnatural incidents Rose speaks of? What are the 2 unnatural incidents Rose speaks of? 2 unnatural ഇൻസിഡൻസിനെ കുറിച്ച് റോസ് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ആ ഒരു 2 unnatural ഇൻസിഡൻസ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻസർ നോക്കാം. റോസ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് നമ്മൾ പറഞ്ഞു 2 അൺനാച്ചുറൽ ഇൻസിഡൻസ്, അതൊന്ന് ശ്രദ്ധിക്കുക. റോസ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ദോ ഇറ്റ് ഈസ് ഡേ അക്കോർഡിംഗ് ടു ദ ക്ലോക്ക്, ഡാർക്ക്നെസ് ഹാസ് എൻവലപ്ഡ് ദ സൺ. ഒന്ന്, റോസ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ദോ ഇറ്റ് ഈസ് എ ഡേ അക്കോർഡിംഗ് ടു ദ ക്ലോക്ക്. സാധാരണ കേസിൽ അവിടെ ഒരു ഡേ ടൈം ആണെങ്കിലും ഡാർക്ക്നെസ് ഹാസ് എൻവലപ്ഡ് ദ സൺ. അല്ലേ, പെട്ടെന്ന് എന്താണ് ഇരുട്ട് മൂടിയ പോലെ ആവുകയാണ്. പിന്നെ
സെക്കൻഡ്ലി ഒന്ന് ഡേ ടൈം ആയിട്ട് കൂടി ഡാർക്ക്നെസ് അവിടെ കവർ ചെയ്തു. ദെൻ സെക്കൻഡ്ലി ഡങ്കൺസ് horses which are the best among horses became so wild that they tore each other to pieces. അല്ലേ, അതായത് ഡങ്കൻ്റെ ഹോഴ്സസ് എന്ന് പറയുമ്പോൾ അത്രയും നല്ല ബെസ്റ്റ് ഹോഴ്സസ് ആണെന്ന് അറിയപ്പെടുന്ന അവ എന്ത് ചെയ്യാണ്, വളരെ പെട്ടെന്ന് തന്നെ ഭയങ്കര വൈൽഡായിട്ട് മാറുകയാണ്. that they tore each other to pieces. അല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറുകയാണ് അവർ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വേണ്ടുന്ന കേട്ടോ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. മെയിനായിട്ടുള്ള ത്രെഡൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ആ ഒരു പ്ലേ എങ്ങനെ പോകുന്നത് എന്ന് മനസ്സിലാവും. ഒരു തവണയെങ്കിലും ഇത് അത്യാവശ്യം വായിച്ചവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും, ഇന്നെ പോലെയാണെന്ന് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. അത്ര നമുക്ക് വേണ്ട, ഒന്ന് ഓർമ്മ കിട്ടണം, എന്താണ് പോകുന്നതെന്നൊക്കെ, എങ്ങനെയാണ് പോകുന്നതെന്ന് ഒന്ന് ഓർമ്മ കിട്ടണം. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ലേഡി മാക്ബത്ത് എൻകറേജ് മാക്ബത്ത് ഇൻ ദ ബാങ്ക്വറ്റ് സീൻ? ഓക്കെ, ഇവർ ഈ ഒരു മർഡർ ചെയ്തതിന് ശേഷം ഇവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ, മാക്ബത്തിനും ലേഡി മാക്ബത്തിനൊക്കെ. ലേഡി മാക്ബത്തിനൊക്കെ പ്രധാനമായിട്ടൊരു സോംനാംബുലിസൊക്കെ വരുന്നുണ്ട്. എന്ത് സോംനാംബുലിസ് എന്താണ്, നമ്മൾ ഉറക്കത്തിൽ ഇങ്ങനെ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടന്ന് സംസാരിക്കുന്ന സോംനാംബുലിസം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലേഡി മാക്ബത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മാക്ബത്തിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എന്തിനാണെന്ന്, ഹൗ ഡസ് ലേഡി മാക്ബത്ത് എൻകറേജ് മാക്ബത്ത് ഇൻ ദ ബാങ്ക്വറ്റ് സീൻ? കാരണം ബാങ്ക്വറ്റ് സീൻ എന്ന് പറഞ്ഞാൽ ബാങ്ക്വേഡ് അല്ലേ, ബാങ്ക്വേഡ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാങ്ക്വേഡിനെ ഇവിടെ വധിച്ചിട്ടുണ്ട്. അത് കാരണം എന്താ, ആ വിച്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം രാജാവ് ആവുകയാണെങ്കിൽ ബാങ്ക്വേഡ് ഹെയർസ് എന്ത് ചെയ്യും, പിന്നീട് ഇദ്ദേഹത്തെ മാക്ബത്തിനെ കീഴടക്കും, അല്ലെങ്കിൽ അവർ പിന്നീട് ഭരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടാണ് ബാങ്ക്വേനെ ഇല്ലാതാക്കിയത്. അപ്പോൾ ബാങ്ക്വേയുടെ ഗോസ്റ്റ് പിന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ നോക്കുക. ബാങ്ക്വറ്റ് സീൻ എന്ന് പറയപ്പെടുന്ന അതാണ്. ഇനി ആൻസർ ഇതാണ്, ഇൻ ദ ബാങ്ക്വറ്റ് സീൻ വെൻ മാക്ബത്ത് ഈസ് ടോർമെൻറ്റഡ് ബൈ ബാങ്ക്വസ് ഗോസ്റ്റ്. അല്ലേ, ബാങ്ക്വേയുടെ ഗോസ്റ്റ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ ഇദ്ദേഹത്തിന് തോന്നുന്നു. അപ്പോൾ ടോർമെൻറ്റഡ് ബൈ ബാങ്ക്വസ് ഗോസ്റ്റ്, ടോർമെൻറ്റഡ് എന്ന് വെച്ചപ്പോൾ എന്താണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അല്ലേ. മാക്ബത്ത് ഈസ് ഇൻ ദ ബാങ്ക്വറ്റ് സീൻ വെൻ മാക്ബത്ത് ഈസ് ടോർമെൻറ്റഡ് ബൈ ബാങ്ക്വസ് ഗോസ്റ്റ്, ലേഡി മാക്ബത്ത് മോക്സ് അറ്റ് ഹെർ ഹസ്ബൻഡ് ഫോർ ഫിയറിങ് എ വിഷൻ ഓഫ് ഹിസ് ഇമാജിനേഷൻ. എന്തിനാ, ലേഡി മാക്ബത്ത് ഇദ്ദേഹം കളിയാക്കുക, ഹസ്ബൻഡിനെ കളിയാക്കുകയാണ്. എന്തിനാണ്, ഇല്ലേ, എന്തൊരു പേടിത്തൊണ്ടാണ് നിങ്ങൾ, അങ്ങനെ പ്രേതവും ഭൂതമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. മോക്സ് അറ്റ് ഹെർ ഹസ്ബൻഡ് ഫോർ ഫിയറിങ് എ വിഷൻ ഓഫ് ഹിസ് ഇമാജിനേഷൻ. അത് ഓരോന്ന് നനച്ചു കൂട്ടി പറയുക എന്നാണ് പറഞ്ഞത്, അല്ലെ, പ്രേതവും ഭൂതമൊന്നും ഇല്ല, വെറുതെ തോന്നുന്നതാ എന്ന് പറയുക, ഇമാജിനേഷൻ. ആൻഡ് അഷ്യൂർസ് ഹിം ദാറ്റ് ദർ ഈസ് nothing but a vacant seat before him. ഉറപ്പ് പറയാണ്, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സീറ്റിൽ ആരില്ല, ബാങ്കൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുക, അത് വേക്കൻ്റായിട്ട് കിടക്കുക, അതിലാരും ഇല്ല, എന്തൊരു അല്ലേ, എന്തിനാ ഇങ്ങനെ പേടിക്കണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഹസ്ബൻഡിനെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. എൻകറേജ്ഡ് ബൈ ഹെർ എക്സോട്ടേഷൻ ഹി ചലഞ്ചസ് ദ ഗോസ്റ്റ്. അപ്പോൾ അവളിങ്ങനെ എൻകറേജ് ചെയ്തപ്പോൾ ഇദ്ദേഹം വെല്ലുവിളിക്കുക, ഗോസ്റ്റിനെ വെല്ലുവിളിക്കാൻ തുടങ്ങുകയാണ്. എൻകറേജ്ഡ് ബൈ ഹെർ എക്സോട്ടേഷൻ ഹി ചലഞ്ചസ് ദ ഗോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇവൾ എൻകറേജ് ചെയ്തപ്പോൾ എന്താ പറയുക, ഹി ചലഞ്ചസ് ദ ഗോസ്റ്റിനെ ഇദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അടുത്ത ചോദ്യം, what is the purpose of the witches' charms? What is the purpose of the witches' charms? Witches' charms. നമുക്ക് വിച്ചസ് എന്ന് എഴുതേണ്ട കാര്യമില്ല കേട്ടോ, കാരണം നമുക്കറിയാവുന്നൊരു കാര്യമാണ്, വിച്ചസ് കഴിഞ്ഞ് ഇങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വിച്ചസസ് അല്ലേ, വിച്ചസ് എന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. What is the purpose of the witches' charms? Answer, the purpose of the witches' charms is to double the hardships and sorrows of world. എന്താണ് വിച്ചസിൻ്റെ പ്രധാന ഡ്യൂട്ടി, എന്താ, എവിടെയൊക്കെ സന്തോഷമുണ്ടോ ആ സന്തോഷമൊക്കെ അങ്ങോട്ട് ഇല്ലാതാക്കുക.
അല്ലേ? അവിടെ കൊണ്ട് ആകെണ്ട് കുഴച്ച് മറച്ചിട്ട് കൊടുക്കലാണ് ആരുടെ വിച്ചസിൻ്റെ ഒരു മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ. ദ പർപ്പസ് ഓഫ് ദ വിച്ചസ് ചാംസ് ഈസ് ടു ഡബിൾ ദ ഹാർഡ്ഷിപ്സ് ആൻഡ് സോറോസ് ഓഫ് വേൾഡ്, അല്ലേ? ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഇരട്ടിയാക്കി കൊടുക്കുക. ഇതാണ് ആരുടെ, അല്ലേ? അതായത് നമ്മൾ പറയില്ലേ തിന്മയും നന്മയും ഇവരുടെ ഇത് പറയണ്ടേ, ഓൾ ദ ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ എന്ന് പറയുന്നത്. അതായത് അവർക്ക് നല്ലത് എന്താണോ അത് നമുക്ക് ചീത്തയായിരിക്കും, നമുക്ക് ചീത്ത എന്താണോ അത് ഈ വിച്ചസിന് നല്ലതായിരിക്കും, അല്ലേ? അതായത് മനുഷ്യ നന്മയല്ല, ഒരു വിച്ചസ് ഒരു ബാഡ് പവറാണ് പറയുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് മാക്ബത്ത് സെക്കൻഡ് അപ്രോച്ച് ടു ദ വിച്ചസ് റിവീൽ ടു അസ് അബൌട്ട് ഹിസ് ക്യാരക്ടർ? അപ്പോൾ രണ്ടാമത്തെ തവണ ഇവർ തമ്മിൽ കാണുമ്പോൾ എന്താണ് വിച്ചസ് റിവീൽ ടു അസ് അബൌട്ട് ഹിസ് ക്യാരക്ടർ? അത് അദ്ദേഹത്തിൻ്റെ ഏത് സ്വഭാവത്തെയാണ് പുറത്തെടുക്കുന്നത്? മാക്ബത്ത്സ് സെക്കൻഡ് വിസിറ്റ് ടു ദ വിച്ചസ് ഇൻഡിക്കേറ്റ്സ്, മാക്ബത്തിൻ്റെ വിച്ചസിനുള്ള സെക്കൻഡ് വിസിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഹീ ഈസ് സസെപ്റ്റബിൾ ടു ടെംപ്റ്റേഷൻ, ഫ്രം വിത്തിൻ ആൻഡ് വിത്തൗട്ട്. ഹീ ഈസ് സസെപ്റ്റബിൾ ടു ടെംപ്റ്റേഷൻ ഫ്രം വിത്തിൻ ആൻഡ് വിത്തൗട്ട്, അല്ലേ? ഒരു വിശ്വാസക്കുറവ് പറയുകയാണ്. ടെംപ്റ്റേഷൻ ഫ്രം വിത്തിൻ ആൻഡ് സസെപ്റ്റബിൾ ടു ടെംപ്റ്റേഷൻ ഫ്രം വിത്തിൻ ആൻഡ് വിത്തൗട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വിച്ചസിൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മാക്ബത്ത് വൈഫിനോട് പോയി പറയുന്നതും വൈഫ് ഇദ്ദേഹത്തിനെ പല കാര്യങ്ങൾക്ക് നിർബന്ധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിസ്ട്രക്റ്റീവ് ആക്ഷൻസ് ഓഫ് ദ വിച്ചസ് മെൻഷൻഡ് ബൈ മാക്ബത്ത്? വാട്ട് ആർ ദ ഡിസ്ട്രക്റ്റീവ് ആക്ഷൻസ് ഓഫ് ദ വിച്ചസ്? What are the destructive actions of the witches mentioned by Macbeth? What are the destructive actions of the witches mentioned by Macbeth? Answer, according to Macbeth, the witches let the winds loose to destroy churches. According to Macbeth, the witches let the winds loose to destroy churches, cause shipwrecks, transfer bladed corn. അതായത് what are the destructive actions of the witches mentioned by Macbeth? എന്തൊക്കെയാണ്, അല്ലെ? വിച്ചസിൻ്റെ ഡിസ്ട്രക്റ്റീവ് ആക്ഷൻസ് എന്തൊക്കെയാണ് മാക്ബത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്? അതെന്തൊക്കെയാ? അക്കോർഡിംഗ് ടു മാക്ബത്ത്, ദ വിച്ചസ് ലെറ്റ് ദ വിൻസ് ലൂസ് ടു ഡിസ്ട്രോയ് ചർച്ചസ്, അല്ലേ? ഇവരെന്താ ചെയ്ത? വിച്ചസ് ലെറ്റ് ദ വിൻസ് ലൂസ്, ശക്തമായ കാറ്റിനാണ് എന്ത് ചെയ്യണേ? ടു ഡിസ്ട്രോയ് ചർച്ചസ്, കോസ് ഷിപ്രക്സ്, പിന്നെ ഈ കാറ്റ് ശക്തമായ കാറ്റുണ്ടായ കപ്പലുകൾ തകരും. Transfer bladed corn from one place to another and topple buildings. According to Macbeth, the witches let the winds loose to destroy churches, cause shipwrecks, transfer bladed corn from one place to another and topple buildings. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഡു ദ ത്രീ അപ്പാരിഷൻസ് പ്രൊഫസി? ആൻസർ, ദ ഫസ്റ്റ് അപ്പാരിഷൻ ബിഡ്സ് മാക്ബത്ത് ബിവെയർ മാക്ഡഫ്. 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് ശ്രദ്ധ. ഒന്ന്, ബിവെയർ മാക്ഡഫ്. The second apparition assures him that none born of woman can harm him. The first apparition bids Macbeth beware Macduff. The second apparition assures him that none born of woman can harm him. And the third tells him that he cannot be defeated until Birnam Wood comes to Dunsinane.
എന്തൊക്കെയാണ്? ഫസ്റ്റ് അപ്പാരിഷൻ ബിഡ്സ് മാക്ബത്ത് ബിവെയർ മാക്ഡഫ്, മാക്ഡഫിന് ശ്രദ്ധിക്കാം. സെക്കൻഡ് അപ്പാരിഷൻ assures him that none born of women can harm him. And the third, അതായത് ഒരു മനുഷ്യന് സ്ത്രീക്ക് അല്ലേ, നൺ ബോൺ, പിറക്കാത്ത ഒരാൾക്ക് മാത്രം. ആൻഡ് ദാറ്റ് മീൻസ് എന്താണ്? എല്ലാവരും സ്ത്രീകൾക്ക് പിറക്കുന്നതാണ്, അങ്ങനെ അല്ലാത്ത ഒന്നെന്ന് പറയണം. ആൻഡ് ദ തേർഡ് ടെൽസ് ഹിം ദാറ്റ് he cannot be defeated, and the third tells him that he cannot be defeated until Birnam Wood comes to Dunsinane. ഈ Birnam Woodനൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ. Birnam Wood comes to Dunsinane അല്ലേ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം 3 അപ്പാരിഷൻ നമ്മൾ പറഞ്ഞു. ഈ Birnam Wood ഇവിടേക്ക് ഇങ്ങോട്ട് വന്നല്ലാണ്ട് അല്ലേ. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ബിവെയർ മാക്ഡഫ് പറയുന്നുണ്ട് അല്ലേ, മാക്ഡഫിനെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു സ്ത്രീക്കല്ലാതെ ജനിച്ചിട്ടുള്ള ആരാണോ അവരാണ് വധിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് സാഡ് ന്യൂസ് ഡസ് റോസ് ബ്രിങ് ടു മാക്ഡഫ് ഇൻ ഇംഗ്ലണ്ട്? വാട്ട് സാഡ് ന്യൂസ് ഡസ് റോസ് ബ്രിങ് ടു മാക്ഡഫ് ഇൻ ഇംഗ്ലണ്ട്? മാക്ഡഫിന് ഇംഗ്ലണ്ടിലേക്ക് എന്ത് ബാഡ് ന്യൂസാണ് റോസ് കൊണ്ടുവരുന്നത്? ആൻസർ, റോസ് ടെൽസ് മാക്ഡഫ് the sad news that his wife and children were all killed brutally by Macbeth. എന്താണ്? നമ്മുടെ മാക്ഡഫിൻ്റെ ഭാര്യനെയും കുട്ടികളെയൊക്കെ ആര് കൊല്ലുകയാണ്? ബ്രൂട്ടലി മർഡേർഡ് ബൈ മാക്ബത്ത്. മാക്ബത്ത് വളരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തി എന്നുള്ള ഒരു ന്യൂസ്, ഒരു സാഡ് ന്യൂസ് ആർക്ക് കൊടുക്കുകയാണ്? നമ്മുടെ മാക്ഡഫിന് റോസ് കൊടുക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23ാമത്തെ ചോദ്യമാണ്, ഹൗ ഡിഡ് Birnam Wood മൂവ് ടു ഡൻസിനൻ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു Birnam Wood ഡൻസിനനിലേക്ക് പിന്നെ വരാത്തിടത്തോളം കാലം ഒരിക്കലും മരണം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹൗ ഡിഡ് അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? Birnam Wood ഡൻസിനനിലേക്ക് വന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അത് വന്നത്, എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ള ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ്. ആൻസർ, Birnam Wood ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. Birnam Wood ഡിഡിൻറ്റ് ആക്ച്വലി മൂവ് ടുവേർഡ് ഡൻസിനൻ. ശരിക്കും Birnam Wood എന്ത് ചെയ്തല്ല, അവിടെയുള്ള ഒരു വുഡ്സ് ഇങ്ങോട്ട് വന്നതല്ല. പിന്നെയോ, ബട്ട് സച്ച് ആൻ അപ്പിയറൻസ് വാസ് ഗിവൺ. പക്ഷേ അത്തരത്തിലുള്ള Birnam Wood ഇങ്ങോട്ട് ഡൻസിനനിലേക്ക് വന്നിട്ടുള്ള ഒരു അപ്പിയറൻസ് ഇങ്ങോട്ട് കൊടുക്കുക ചെയ്യണം കേട്ടോ. Birnam Wood ഡിഡിൻറ്റ് ആക്ച്വലി മൂവ് ടുവേർഡ് ഡൻസിനൻ, ബട്ട് സച്ച് ആൻ അപ്പിയറൻസ് was given by the soldiers who had each എന്താണ് by the Dunsinane, but such an appearance was given. Birnam Wood didn't actually move toward Dunsinane, but such an appearance was given by the soldiers who had each, according to Malcolm's order, and who had each according to Malcolm's order. മാൽക്കം ആരാണ്? നമ്മുടെ ഡങ്കൻ്റെ ഫസ്റ്റ് അല്ലേ, മൂത്ത എൽഡർ സണ്ണാണ്, നമ്മുടെ ഇംഗ്ലണ്ടിലേക്ക് ഓടിപ്പോയിട്ടുള്ള സണ്ണാണ്. മാൽക്കംസ് ഓർഡർ, കട്ട് ഡൗൺ എ ബ്രാഞ്ച് ഫ്രം ദ വുഡ് ആൻഡ് കട്ട് ഡൗൺ എ ബ്രാഞ്ച് ഫ്രം ദ വുഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു മരങ്ങൾ ഇങ്ങോട്ട് വരുന്നത് പോലെ കാണിക്കാൻ. കട്ട് ഡൗൺ എ ബ്രാഞ്ച് ഫ്രം ദ വുഡ് ആൻഡ് ഹെൽഡ് ഇറ്റ് before him when marching towards Dunsinane. It is actually not coming to Dunsinane, but such an appearance was given by the soldiers who had each, according to Malcolm's order, cut down a branch from the wood and held it before him when marching towards Dunsinane. Held it before him when marching towards Dunsinane. Okay, toward Dunsinane. ഇനി ചോദിക്കുന്നത് ആരാണ് നമ്മുടെ മാക്ബത്തിനെ വധിച്ചതെന്നൊക്കെയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ
23 ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ഓരോ ഭാഗത്തെയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ലൈൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷേക്സ്പിയറിൻ്റെ ഫുൾ നമ്മൾ ഒരുവിധമെല്ലാം നോക്കി പോകുന്നതാണ് നല്ലത്. പല ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഇത്. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ എക്സാം എന്താണെങ്കിലും മാർച്ചിൽ ടൈം ടേബിളിൽ നമ്മൾ കണ്ടില്ല, ഏപ്രിൽ എന്തായാലും വരാമെന്ന് ചിന്തിക്കാം. മാത്രവുമല്ല ഒരു പക്ഷേ മാർച്ചിൽ ഇപ്പം കണ്ടില്ലെങ്കിൽ എന്താണ് മാർച്ചിൽ ഒന്ന് റീഷെഡ്യൂൾ ചെയ്തിട്ട് വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് ക്ലാസ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്ത് തീർക്കേണ്ട ഒരു കടമ എനിക്കിപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തത് HSST വിളിക്കുന്നു എന്നറിയുന്നു. ആ HSSTക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇതുപോലെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന ഈ പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. വളരെ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരും. നമ്മൾ 2 ക്ലാസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, ചില പ്രത്യേക കാരണങ്ങളാൽ അങ്ങനെ കഴിയുന്നില്ല. അതെന്തായാലും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം.